എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയോട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ആവർണിക ആകെപ്പാടെ തകർന്നിരിക്കുമായിരുന്നു. പിന്നീട് അപർണിക മുറിയിലേക്ക് കയറി പോവാണ്. കിഷോറിന്റെ വാക്കുകൾ അപർണികയുടെ കാതിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താൻ ഏറെ ആഗ്രഹിച്ചു മോഹിച്ച് തന്റെ വയറ്റ് വളരുന്ന കുഞ്ഞ്, അതിനെ ഇല്ലാതാക്കാനാണ് കിഷോറിന്റെ ആഗ്രഹം. അതൊക്കെ ഓർത്ത് മുറിയിലേക്ക് കയറി ചെല്ലുമായിരുന്നു. ഈ സമയത്ത് കാണിക്കുന്ന ഭദ്രം വിലാസിനോട് പറഞ്ഞു, അതെ ഫോൺ വിളിച്ചോന്ന് ചോദിക്കണം. വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലെന്ന് പറയാം. ഒരു കാര്യം നീ വിളിച്ചോണ്ടിരിക്കുക, പിന്നെ വിളിച്ച് കോൾ എടുത്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതേ ഈ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതൊക്കെ വൃത്തിക്ക് അങ്ങോട്ട് വായിച്ചാൽ മതി. പക്ഷെ വായിക്കുന്നതിനൊപ്പം ഇച്ചിരി എരിവും പുളിയും കയറ്റി നല്ല സൂപ്പറായിട്ട് വായിക്കണം കേട്ടോ. നിന്റെ സൗണ്ട് ഒരു കാരണവശാലും തിരിച്ചറിയില്ലെന്ന് പറയാണ്. അങ്ങനെ അപർണിക വിഷമിച്ച് മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഫോൺ അടിക്കുന്നതായിട്ട്. അത് കിഷോറിന്റെ ഫോണാ അടിക്കുന്നതാട്ടെ. പെട്ടെന്ന് അപർണിക ആ കോൾ എടുത്ത് നോക്കണു. ഇതാ നമ്പരാണല്ലോ, ആ മെസ്സേജ് വന്ന നമ്പർ. ഓഹോ, അപ്പൊ അവളാ വിളിച്ചോണ്ടിരിക്കുന്നത്. കിഷോർ എന്ത് ചെയ്യാണ്, ഈ സമയത്ത് പതുക്കെ മാറി നിൽക്കുവാണ് വാഷ്റൂമിന്റെ അങ്ങോട്ട്. ഫോൺ അവിടെ മനഃപൂർവ്വം വെച്ചിട്ട് ഈ സമയത്ത് ഭദ്രനോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിക്കുന്നതാണ്. അപർണിക കോൾ എടുക്കുവാണ്. കൊടുത്തിട്ട് കുറെ സമയത്ത് ഒന്നും മിണ്ടിയില്ല. കോൾ എടുത്തിട്ട് മിണ്ടായിരിക്കുവാണ്. ഈ സമയത്ത് അവിടെ വിലാസിന് വെറുതെ കോൾ എടുത്തിട്ടെന്ന് പറയണം. ഭദ്രം പറഞ്ഞു വായിച്ചോ എന്ന് പറയണം. അങ്ങനെ വിലാസിനെ അത് ആ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം അതേപടി തന്നെ വായിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എന്താ ഇതിലായിട്ട് മിണ്ടാതിരിക്കുന്നേ, അടുത്ത ആളുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഓ മനസ്സിലായി, അവള് ഭാര്യയെ കാണുമായിരിക്കില്ലേ, അതാ മിണ്ടാതിരിക്കുന്നല്ലേ. അല്ലെ ഭാര്യ ഇല്ലെങ്കിൽ ഇപ്പൊ എന്നോട് വാതാവരാതെ സംസാരിക്കേണ്ടതല്ലേ. എന്തൊരു സംസാരമായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് രാത്രി സംസാരിക്കാം, രാത്രി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. എന്നോട് ഇങ്ങോട്ടൊന്നും പറയണ്ട കേട്ടോ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ എൻ്റെ കിഷോറിനെ. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും പറയണ്ട, ഞാൻ ഇപ്പൊ വെക്കാം, നമുക്ക് നൈറ്റ് സംസാരിക്കാന്ന് പറയാം എന്നും പറഞ്ഞിട്ട് കുറച്ച് ഉമ്മയും കൂടെ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഉമ്മ കൊടുക്കുന്ന പോലെ കാണിച്ചിട്ട് ഭദ്രനാണ് ഉമ്മ കൊടുക്കുന്ന വിലാസിനെ. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ഇങ്ങനെ തലക്കിൽ അപർണ. ഓ അപ്പൊ അത്രത്തോളം ഒത്തിരി കാര്യങ്ങള് കിച്ചു തന്നെ ഇത്ര നാളും പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവളുമായിട്ട് എന്നും സംഭാഷണമൊക്കെ നടത്തുന്നുണ്ട്. എന്നിട്ടോ തന്നോട് വെറുതെ കള്ളത്തരം പറഞ്ഞ അറിയത്തില്ലെന്ന്. അല്ലെങ്കിൽ അവൾ ഇങ്ങനെ സംസാരിക്കത്തില്ലോ. അപർണയ്ക്ക് താൻ നിൽക്കുന്നോടെ ഭൂമി പിളർന്നു പോകുന്ന പോലെ തോന്നിയത്. പിന്നീട് അപർണയോർത്ത് ആരാണെങ്കിലും കണ്ടുപിടിക്കണം, അവൾ ഏതാന്ന് കണ്ടുപിടിക്കണം, എന്നിട്ടുള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോൾ വിലാസിനെ ചോദിച്ചു, അല്ല ഞാൻ ആരോടെ ഇതൊക്കെ പറഞ്ഞത്, അതൊന്നും നീ ഇപ്പൊ അറിയണ്ടെന്ന് പറയാം. അതെങ്ങനെയാ ഭദ്രയുടെ ശരിയാവുന്നേ, ഞാൻ അല്ലേ വിളിച്ചു പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. നീ അറിയേണ്ട സമയമാകുമ്പോൾ അറിഞ്ഞാൽ മതി. അതെ ഞാൻ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം എന്തായിരുന്നു ചോദിക്കുകയാണ്. നിന്നോട് ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഇനി കൂടുതൽ പറഞ്ഞോണ്ടാ, എന്നാ നിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് 500 രൂപ അങ്ങോട്ട് കൊടുക്കുകയാണ്. 500 രൂപയോ, ഇതിനു വേണ്ടിയിട്ടാണോ ഞാൻ ഈ സംസാരിച്ചെന്ന് ചോദിക്കുകയാണ്. എന്നോട് എന്താ പറഞ്ഞേ, എനിക്ക് തലവേദന മാറ്റാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാന്ന് പറഞ്ഞല്ലേ, എനിക്ക് നല്ലൊരു കണ്ണട മേടിച്ചു തരാൻ പറഞ്ഞല്ലേ, എന്നിട്ട് എന്നാ ഭദ്രേട്ടൻ ഇങ്ങനെ ചെയ്തേന്ന് ചോദിക്കണം. പിന്നെ എനിക്ക് കണ്ണട, ഈ വയസ്സനാ പ്രായത്തിന് എനിക്ക് എന്തിനാടി ഈ കണ്ണടയൊക്കെ, ഉള്ള കാഴ്ചയൊക്കെ മതി എന്ന് പറയാണ്. ഇതേ ഭദ്രേട്ട ഒരുമാതിരി തരം കാണിക്കരുത് കേട്ടോ, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അതെ ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നു, എൻ്റെ പൈസ ഇല്ലെന്ന് പറയാം, കള്ളം പറയരുത്. ഇന്നലെ 50,000 രൂപ നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന ഞാൻ കണ്ടായിരുന്നല്ലോ എന്ന് പറയാം. ആഹാ, അപ്പൊ ഇപ്പോഴും നീ പോക്കറ്റ് ചെക്ക് ചെയ്യുന്നുണ്ടല്ലേ, പിന്നെ ചെക്ക് ചെയ്യാതെ പിന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ, എനിക്ക് അടിച്ചു മാറ്റാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണം. ആ പൈസയൊക്കെ എന്തിയെ, നിനക്ക് ബഹാറെ കൊണ്ട കള്ളു കുടിക്കാനല്ലേന്ന് ചോദിക്കണം. ഇടി അങ്ങനെ പറയരുത്, നമ്മുടെ സർക്കാരിനെ സംരക്ഷിക്കേണ്ട ആവശ്യം ആരാ, നമ്മുടെ അല്ലേ. അപ്പൊ ഞാൻ എനിക്ക് എന്റെ സ്വന്തം ആവശ്യത്തിനല്ലോ, നമ്മളെ സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഈ പണം കൊണ്ടേ കൊടുക്കുന്നേ. ആ ഒരു നന്ദിയും കടപ്പാടുമെങ്കിലും നിനക്ക് എന്നോട് വേണ്ടേന്ന് ചോദിക്കണം. അതേ മനുഷ്യ രാവിലെ ചൊറിയുന്ന വർത്താനമായിട്ട് വന്നാണ്ടല്ലോ, എന്റെ വായി നല്ലത് കേൾക്കൂന്ന് പറയാണ്. അതെ ഒരു കാര്യം ചെയ്യേ, പ്രിയമോള് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, ആ ഒപ്പം പൊക്കോളാൻ പറയാണ്. അതെന്താ എനിക്ക് എന്നെ വല്ല ഗർഭം ഉണ്ടോന്ന് ചോദിക്കണം. അതെന്താടി നീ അങ്ങനെ ചോദിച്ചാ, എന്റെ പൊന്നു മനുഷ്യ അവള് പോകുന്ന ഗൈനക്കോളജിനെ കാണാനാ, എനിക്ക് കണ്ട കണ്ണിന്റെ ഡോക്ടർ അല്ലേന്ന് ചോദിക്കണം. ഓ അത് ഞാൻ അങ്ങോട്ട് മറന്നു പറയണ. ദേ മര്യാദയ്ക്ക് പൈസ തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ തന്നെ ആ നമ്പറിൽ വിളിച്ച് അവരോട് കാര്യങ്ങളൊക്കെ പറയും. ഭദ്രേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചേന്ന്. അയ്യോ വേണ്ട, ഞാൻ ആ നമ്പർ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, എനിക്കറിയാൻ നീ ഇങ്ങനത്തെ കുതന്ത്രമൊക്കെ ഒപ്പിക്കൂന്നുള്ളത് എന്ന് പറയാണ്. അതെ 500 രൂപ തന്നു, വൈകുന്നേരം അത് തിരിച്ചു തരുമോ നിൽക്കും, മിണ്ടാതെ പൊക്കോ. 500 രൂപ തന്നിട്ട് അതും ചോദിച്ചിട്ട് വന്നേക്കെന്ന് പറയണേ. പിന്നീട് കാണിക്കണേ അജാസും ഗീതവും കൂടെ ഓഫീസിലേക്ക് പോവായിരുന്നു. അപ്പൊ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അജാസ് പറഞ്ഞു, അതെ അവരറിഞ്ഞിട്ടുണ്ട്, രാധികാമ്മയും വരണു അറിഞ്ഞിട്ടുണ്ട്, കിഷോറും അവർണികയാണ് ഗീതുവിന് തെളിവ് എന്നുള്ള കാര്യം. ഇനി മാഡം കുറച്ച് സൂക്ഷിക്കുന്ന നല്ലതെന്ന് പറയാണ്. അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം, പിന്നെ അവർക്കൊരു ഫുൾ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാണെന്ന് പറയണം. അതങ്ങനെ അജാസേ, നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. എന്റെ സഹായം എപ്പോഴും
അവരുടെ ഒപ്പം ഉണ്ടാവും എന്ന് പറയണം. ഇപ്പൊ അജാസ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നെങ്കിലും അജാസിനെ ഞാൻ സഹായിക്കുമെന്ന് പറയണം. അജാസിന്റെ ആങ്ങളെയല്ലേ, എനിക്ക് ആങ്ങളെനെ കൈവിടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അജാസ് പറഞ്ഞു, അത് മാഡത്തിന് സംസാരം കേൾക്കാൻ നല്ല ഭംഗിയുണ്ട്. പെങ്ങളാന്ന് പറഞ്ഞിട്ട് അല്ല, പെങ്ങളുടെ സൗണ്ട് നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ, കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു പറയണം. പെട്ടെന്ന് അജാസിനോട് ചോദിച്ചു, അല്ല അജാസിന്റെ വീട്ടിൽ ആരൊക്കെയാണെന്ന് ഗീതി ചോദിക്കണം. അജാസ് ഒരു നിമിഷം ഉണ്ടായിരുന്നു. അന്താ അജാസ് ഞാൻ ചോദിച്ചിട്ട് മറുപടി പറയാത്തെ? ആരൊക്കെയുണ്ട് വീട്ടില്? എന്റെ വീട്ടിലോ? എന്റെ വീട്ടിൽ ആരും ഇല്ലാന്ന് പറയണം. കള്ളം പറയുന്നു പറയാം. അതെ, എനിക്ക് ആരും ഇല്ലാന്ന് പറയണം. കാരണം ഞാൻ ഒരു ഓർഫൻ എന്ന് തന്നെ പറയാം. ഏതോ ഒരു ഭിക്ഷക്കാരിക്ക് ഒരു യാത്രയാകാന്ന് യാമങ്ങള് മദ്യലഹരിയിൽപ്പെട്ട ഏതോ ഒരു ക്രൂരനും കൊടുത്ത ഒരു സമ്മാനമായിരുന്നു ഞാൻ. എൻ്റെ അച്ഛൻ ആരോ എന്നും ആരും അറിയത്തില്ല. പിന്നെ ഞാൻ എത്തിഖാനയിലൊക്കെ വളർന്നേന്ന് പറയാണ്. ഓ അങ്ങനെ പെട്ടെന്ന് ഗീതിന് വല്ലാത്ത വിഷമമായിപ്പോയി. സോറി അറിയാതെ ചോദിച്ചാ. ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് അജാസ് വീട്ടിൽ പോവാ, ഉമ്മയ്ക്ക് വയ്യ, ഉമ്മേനെ കാണണം എന്നൊക്കെ പറഞ്ഞ് പോയി കണ്ടിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചെന്ന് പറയാം. അതോ, അത് ഞാൻ എത്തിഖാനയിലേക്ക് പോവാ, അവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഒത്തിരി ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് പറയാനായിട്ട്. അതൊക്കെ പറയുമ്പോൾ അജാസിന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഒരു സന്തോഷമാണ്. അത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. എനിക്ക് ഒരു പെങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അതൊക്കെ എത്ര എനിക്ക് ഇഷ്ടമായെന്നറിയാം. അതുകൊണ്ട് അവരെ കാണാനായിട്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോണതെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു, സോറി കേട്ടോ അജാസേ, എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു. എന്തിനാ അറിയത്തില്ല ചോദിച്ചാലേ, ഇനിയിപ്പോൾ അറിഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞേ, ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എന്നെ ഇക്കാന്നൊക്കെ ആരെങ്കിലും വിളിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന്. ഗീതനും വല്ലാത്ത കണ്ണ് നിറഞ്ഞു. പിന്നെ അജാസ് ഇങ്ങനെ നേരെ ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പൊ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകുന്നുണ്ടപ്പോൾ ഗീത ചോദിച്ചു, എന്ത് പറ്റി? അത് കണ്ണിൽ എന്തോ പൊടി വീണമെന്ന് പറയണം. ഗീതന് മനസ്സിലായി അജാസിന് നല്ല വിഷമമായെന്ന്. കാർ നേരെ വിടുന്നുണ്ടപ്പോൾ ഗീത ചോദിച്ചു, അല്ല ഇത് എങ്ങോട്ടാ പോണേ? നമുക്ക് ഓഫീസിലേക്കല്ലേ പോകേണ്ടതെന്ന് ചോദിക്കണം. പിന്നെ ഓഫീസിലേക്ക് എന്നും മറ്റേ വിജയലക്ഷ്മി മാഡത്തിന്റെ അവിടെ ചെന്ന് ഒപ്പ് വെച്ചിട്ടല്ലേ പോകുന്നേ, അത് മറന്നോന്ന് ചോദിക്കണം. ഓ ഞാൻ ഈ ടെൻഷൻ അടിക്കാതെ അതങ്ങോട്ട് മറന്നു പറയണേ. ഇപ്പൊ എൻ്റെ എല്ലാ കാര്യങ്ങളും അജാസിന് അറിയാല്ലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് അവരങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്താണെങ്കിൽ നേരെ വിജയലക്ഷ്മി അടുത്തേക്ക് രഞ്ജു ചെല്ലുന്നുണ്ടായിരുന്നു. കഥ തുറന്നു നോക്കിയപ്പോൾ രഞ്ജുവിനെയാണ് കണ്ടത്. വിജയലക്ഷ്മി, എന്താ മോളെ ഈ സമയത്ത്? ബാ കയറി വരാൻ പറയണം. ഞാൻ കയറി വരുന്നൊന്നുമില്ല, ഇവിടെ വരെ വന്നല്ലേ മോളെ, ഒന്ന് കയറിയിട്ട് പോകാൻ പറയണം. അങ്ങനെ രഞ്ജു അകത്തേക്ക് കയറുക. അതെ മോളെ ഇരിക്കാൻ പറയാം. ഞാൻ എന്താ മോക്ക് കുടിക്കാൻ വേണ്ട? ചായയാണോ കാപ്പിയാണോ എന്ന് ചോദിക്കണം. എനിക്കൊന്നും വേണ്ട, ഞാൻ നിങ്ങളുടെ സൽക്കാരം ഒന്ന് സ്വീകരിക്കാൻ വന്നല്ലെന്ന് പറയും. അല്ല മോളെ നീ എന്തിനാ? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വന്നാ. നിങ്ങളെനിക്ക് കാണുന്ന തന്നെ അർപ്പം വെറുപ്പാ. പിന്നെ നിങ്ങളുടെ മിത്രങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ മിത്രങ്ങൾ എനിക്ക് എപ്പോഴും ശത്രുക്കളായിരിക്കും എന്ന് പറയണം. നീ എന്തൊക്കെയാ മോളെ പറയണേ? പിന്നെ ശത്രുക്കളുണ്ടല്ലോ നിങ്ങളുടെ, അവരുടെ മിത്രങ്ങളും ആയിരിക്കും. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ ആ വളർത്തുപുത്രി ഉണ്ടല്ലോ രഞ്ജു, അവൾ എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും. അവൾ നിങ്ങളെ എന്ന് വെറുക്കുന്നോ അന്നോ ഞാൻ അവളെ സ്നേഹിക്കുള്ളൂ. അല്ലെങ്കിൽ അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ എന്ത് പണി വേണം ഞാൻ ചെയ്യുമെന്ന് പറയണം. രഞ്ജു നീ എന്തൊക്കെയാ മോളെ പറയണേന്ന് ചോദിക്കണം. അതെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ, ഈ അമ്മയ്ക്ക് സങ്കടമാണെന്ന് പറയാം. സങ്കടമാട്ടെ, എനിക്ക് എന്താ കുഴപ്പം? നിങ്ങൾ എൻ്റെ ജീവിതം തകർത്താ ആ നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനിപ്പോ അറയ്ക്കല്ല നിൽക്കുന്നറിയാവോ എൻ്റെ ആങ്ങളുടെ അടുത്ത്. എന്നെ എൻ്റെ ആങ്ങളെയും തമ്മിൽ വേർപിരിച്ച് ഇത്രയും കാലം നിങ്ങൾ വെച്ചില്ലേ, അവസാനം ഞങ്ങൾ ഒന്നു ചേർന്നില്ലേ, അതാണ്. ഇനി നിങ്ങൾക്കത് ഒരിക്കലും സാധിക്കില്ല. ഞാൻ അവിടെ സേഫാ, ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് വരാനും പോകുന്നില്ല. ഇങ്ങനെയൊക്കെ രഞ്ജു വെല്ലുവിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുമ്പം വിജയലക്ഷ്മി നല്ല സങ്കടമാവുന്നുണ്ട്. വിജയലക്ഷ്മി മോളെ നീ ഇങ്ങനെയൊക്കെ പറയില്ലെന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് പുറത്തൊരു കാറിന്റെ ഹോണിന്റെ ശബ്ദം കേട്ടത്. പുറത്തൊരു കാറാണല്ലോ. വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗീതു, എൻ്റെ ഭഗവാനെ ചതിച്ചു. പെട്ടെന്ന് ചെന്നിട്ട് പറയാം, ശിവ നീ അങ്ങോട്ടങ്ങ് മാറി നിൽക്കേ, രഞ്ജു അല്ല സോറി ഗീതു വരുന്നുണ്ട്, ഗീതു കണ്ട പ്രശ്നമാവെന്ന് പറയണം. ഗീതു വന്ന് കാണട്ടെ, അതിനിപ്പോൾ എന്താന്ന് ചോദിക്കണം. അതെ ദൈവത്തെ ഓർത്ത് നീ ചതിക്കരുത്. അവൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ചോദ്യങ്ങളായിരിക്കും. നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് ചോദിക്കണം. എനിക്ക് അവളോട് എല്ലാം തുറന്നു പറയണം. ഞാൻ അങ്ങോട്ട് പറയാൻ പോവാ. ഇനി എനിക്ക് ഒളിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയാം. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് നേരെ എന്ത് ചെയ്യണം, അവളെ പിടിച്ചകത്തേക്ക് അങ്ങോട്ട് ആക്കും. നീ അങ്ങോട്ട് മാറി നിൽക്കുക എന്നും പറഞ്ഞ് വെപ്രാളപ്പെട്ട വിജയലക്ഷ്മി എന്ത് ചെയ്യണം, ആ കഥ അടച്ചിട്ട് പുറത്തുനിന്ന് കഥ അടച്ച് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് വീട് വന്ന് കാറേ വന്ന് ഇറങ്ങുവാണ്. അതെ ഞാൻ പോയിട്ട് വരെ ഇക്കാന്ന് പറയാണ്. പെട്ടെന്ന് അജാസ് വണ്ടിയിൽ നിന്ന്, ഇക്കാന്നോ? അതെ. എന്താ അജാസ് ഇക്കാന്ന് വിളിച്ച് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കും. ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഇഷ്ടമായെന്ന് പറയാണ്. ഗീതുവിന് സന്തോഷമായി. ഗീതു അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും വിജയലക്ഷ്മി ധൃതിക്ക് ഇറങ്ങും. അല്ല അമ്മ ഇതെങ്ങോട്ടാ ഇത്ര ധൃതി വെച്ച? അല്ല മോളെ എനിക്കിന്നൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു, അതിന് പോവാ. ഇപ്പോഴേ സമയത്തോ? ഇത് പതിവില്ലാത്ത ആളോ? അല്ല അമ്മ ഇതന്നെ രാഹുകാലം ഒന്നും നോക്കാതെയാണ് ഇറങ്ങണേന്ന് ചോദിക്കും. അത് നമ്മൾ അങ്ങനെ പറഞ്ഞേ? അമ്മ ഇതിപ്പോ രാഹുകാലം ഈ സമയത്ത് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറയാ. ദേ മോളെ ഞാൻ അതൊക്കെ നോക്കിയിട്ട് ഇറങ്ങിയത്. പോമ്മേ, ഇപ്പൊ അമ്മയുടെ കൂടെ കൂടി എനിക്കും അങ്ങനെ ശീലങ്ങളൊക്കെ ഉണ്ട്. എവിടെ ഇറങ്ങിയാലും ഞാൻ അതൊക്കെ നോക്കിയിട്ട് ഇറങ്ങുള്ളൂ. ഇതിപ്പോ രാഹു കഴിയാനായിട്ട് കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ടെന്ന് പറയാണ്. അമ്മ ഇങ്ങോട്ട് കയറിക്കെന്ന് പറയാണ്.
ഇനി പോയിട്ടുണ്ടെങ്കിൽ ഈ കാര്യം നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. മോളെ നിനക്ക് തെറ്റിയെന്ന് പറയാണ്. ദേ അമ്മ ഇങ്ങോട്ട് മാറിക്ക്, ഇങ്ങോട്ട് വരാൻ പറയാമെന്ന് ഗീതു അങ്ങോട്ട് കഥ തുറന്ന് അങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ്. പെട്ടെന്ന് വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗീതു കയറുകയും ചെയ്തു. ഗീതു കേട്ടുറിഞ്ഞ്, അല്ല അമ്മ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നതെന്ന് ചോദിക്കുകയാണ്. ഇവിടെ നിൽക്കാൻ പറയണം. വിജയലക്ഷ്മി എടുത്തിട്ടുണ്ട്. അതെ എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കുകയാണെന്ന് പറയും. ഈ സമയത്ത് രഞ്ജു അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? എൻ്റെ പൊന്നമ്മേ, ഇന്നലെ വല്ലാത്ത പ്രകടനങ്ങളൊക്കെ ആയിരുന്നു. ആ രഞ്ജു ഒക്കെ ഉണ്ടല്ലോ, വെള്ളം അടിച്ച് അങ്ങോട്ട് പാമ്പായിട്ട് അവിടെ കിടന്ന് എന്തൊക്കെയാ നടത്തിയെന്നറിയാവോ? ഒന്നും പറയണ്ടെന്ന് പറയാണ്. ഇതൊക്കെ കേട്ടോണ്ട് ശിവ അവിടെ നിപ്പുണ്ടല്ലോ എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മിക്ക് ഒരു ടെൻഷനായിപ്പോയി. അല്ല മോളെ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അല്ലമ്മ എനിക്ക് ഇപ്പൊ തന്നെ പറയണം. അത് മാത്രമല്ല, അവൾ എന്താ വിചാരിച്ചോണ്ടിരുന്നെ? ഞാനും ഗോവിന്ദേട്ടൻ തമ്മിൽ കോൺട്രാക്ട് മാരേജ് ആണെന്നല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് അവള് ചോദ്യം ചോദിച്ചായിരുന്നു. ഞാൻ പിന്നെ അതിനകത്തുനിന്ന് ഊരിയെടുത്ത് എങ്ങനെയാണെന്നറിയോ? പ്രിയോട് പറയും. പ്രിയയ്ക്ക് അറിയത്തില്ല ഞങ്ങൾ തമ്മിലുള്ള കോൺട്രാക്ട് മാരേജ് ആണ്. അപ്പൊ ഞാൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞു. അത് ഞാൻ പ്രിയോട് പറയും. അതിനു മുമ്പ് രഞ്ജിനോട് പോയി പറ നമ്മൾ രണ്ട് അല്ലെന്ന്. അങ്ങനെ ഗോവിന്ദേട്ടൻ പോയി പറഞ്ഞു. പക്ഷെ അതിനേക്കാളും വലിയൊരു തിരിച്ചടി അവൾക്ക് ഞാൻ കൊടുത്തെന്ന് പറയണം. എന്താ കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് രഞ്ജു അകത്തിരുന്ന് ഓർക്കുക. ഇപ്പൊ അവളോട് സത്യങ്ങളൊന്നും തുറന്നു പറയണ്ട. അവളെ കുറച്ചുകൂടി ഇട്ട് വട്ട് കളിപ്പിക്കണം എന്നോർത്ത് രഞ്ജു അകത്ത് നിൽക്കണം. അതെ, ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഗോവിന്ദേട്ടൻ്റെ ഒരു പടി കൊടുത്തു. ഗോവിന്ദേട്ടൻ ആ പടിയിൽ വീണ് എൻ്റെ മേത്തേക്ക് ഉരുണ്ടു പറിച്ച് വീണെന്ന് പറയാണ്. ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച് രഞ്ജു നിൽക്കുകയാണ്. വിജയലക്ഷ്മിയുടെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം രഞ്ജു കേൾക്കുന്നുണ്ടല്ലോ എന്നോർത്തുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.